മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 28, 29, 30, 31 വാക്യം. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. വരിക എന്ന് യേശു പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിക്കണം. ഇനി ഞാനൊരു ആത്മീക ദൂത പറയാൻ പോകുന്നു. ക്രിസ്തുവിന്റെ കാലത്ത് നടന്നൊരു കാര്യത്തിന്റെ കഥ പറയുവല്ല ഇന്നത്തെ പ്രസംഗം, നിന്നോട് ദൂത് പറയുക. യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ട്. അതിലേറ്റവും വലിയ വിശ്വാസത്തിന്റെ അപ്പോസ്തലനാ പത്രോസ്. ശ്രദ്ധിക്കണം. മുമ്പൊരിക്കലും കടന്നു പോയിട്ടില്ലാത്തൊരു സാഹചര്യത്തിനകത്ത് ഇവർ ചെന്നുപെട്ടു. സ്തോത്രം. ആ സാഹചര്യം ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ ഒത്തിരി വട്ടം കേട്ടിട്ടുള്ള. രാത്രിയുടെ 4-ാം യാമത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ യേശു കടലിൻ്റെ മീതെ നടന്നു വന്നു. എനിക്ക് 3 ദൂത് ഇവിടെ പറയാനുണ്ട്. ഒന്ന്, പ്രതിസന്ധിയുടെ 3 യാമങ്ങളുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നൊരു 4-ാം യാമമുണ്ട്. ഒന്നാമത്തെ ദൂത്, ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള 4-ാം യാമമാണ്. ഗ്ലോറി. ഒന്നുകൂടെ പറയാം, 3 യാമങ്ങൾ തീർന്നു. പിശാചേ, നിനക്ക് ഇളക്കാവുന്നത്ര ഇളക്കുന്ന കാലം കഴിഞ്ഞു. ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള യാമമാണ്. ഇത് 4-ാം. യെസ്, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷ കൊണ്ടുവരണം. എന്നെ ദൈവം മറ്റൊരു ലെവലിലൂടെ ഈ ദൂത് കൊണ്ടുപോവുക. നീ ആടി ഉലയുന്ന കണ്ടപ്പോൾ നിനക്ക് തോന്നി തീരുമെന്ന് അല്ല, നിന്നെ ശാന്തമാക്കുന്ന ഒരു ഇടപെടൽ ദൈവത്തിൽ നിന്നുണ്ടാകാൻ പോവാ. ഗ്ലോറി. ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. എഴുതിയിട്ടോ, ചില മേഖലകൾ വളരെ പെട്ടെന്ന് ശാന്തമാകും. നീ ഒലച്ച അതേ സ്ഥലം, നിന്നെ ഇളക്കി മറിച്ച അതേ സ്ഥലം. ഓ ഹല്ലേലൂയ. ബൈബിളിൽ വാക്യമുണ്ട്, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവാത്മാവ് നിന്റെ വീടിന്റെ പശ്ചാത്തലം ശാന്തപ്പെടാൻ പോവുക. യാക്കോബേ, ഒത്തിരി വർഷം കൊണ്ട് ഒരു മുറിക്കാത്തിരുന്ന് കരയുക. നീ ഇരിക്കുന്ന വീട് ഉടനെ ശാന്തമാവും. ഓ, ചിലരോട് ദൈവം സംസാരിക്കുക. യോഹന്നാനെ, നീ കിടക്കുന്ന പത്മോസ് ഉടനെ ശാന്തമായി അവിടെ ഒരു ആത്മതലം തുറന്നു വരും. ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാം. ചിലരുടെ വീടിന്റെ അന്തരീക്ഷം ഉടനെ ശാന്തമാകും. ചിലരുടെ ബിസിനസിന്റെ അന്തരീക്ഷം ഉടനെ ശാന്തമാകും. നിന്നെ ഇളക്കി മറിക്കുന്ന ചില കാറ്റുകൾക്ക് ഇനി അടങ്ങിയേ പറ്റൂ. കാരണം അധികാരമുള്ളവൻ. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, എന്നും നിന്റെ ലൈഫ് ഇങ്ങനെ കിടക്കത്തില്ല. ഇന്ന് എന്നോട് ദൈവം ഈ വാക്യത്തിൽ നിന്ന് സംസാരിച്ചു. ദൈവശബ്ദം കേട്ട് ചിലർ ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കാൻ പോവാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് നമുക്ക് ആരും ഇല്ലെന്നുള്ള പ്രോബ്ലം. നമുക്ക് ആരും ഇല്ല. ഇപ്പൊ ചിലതൊക്കെ പറയും, നിങ്ങൾക്കൊക്കെ ആരുണ്ട്. അതിനർത്ഥം അവർക്കൊക്കെ ആരോ ഉണ്ടെന്നാ. ചുമ്മാ ചോദിക്കട്ടെ, ഹോസ്പിറ്റലിൽ ഒന്ന് കിടക്കണം, ആരുണ്ടെന്നറിയാം. 1 മാസം കിടന്നാൽ ആദ്യത്തെ 3 പ്രാവശ്യം വരും, പിന്നെ വരത്തില്ല. കുഴപ്പം എന്താന്ന് ചോദിച്ചാ അവരും ബിസിയാ. ചോദ്യം, ഇനി അവര് 30 ദിവസം വന്നാലും ICU കയറ്റുമ്പോൾ ആര് വരും? ICU വെന്റിലേറ്ററോട് കയറുമ്പോൾ ആര് വരും? അവിടെയെല്ലാം വരാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ.
മനുഷ്യകരം നിശ്ചലമായാൽ നീ പേടിക്കരുത്, നീ വിശ്വസിക്കുന്നവൻ ലജ്ജിപ്പിക്കാത്തവനാണ്. ഗ്ലോറി. നീ ലജ്ജിച്ച് കാണാൻ ഒരു സമൂഹം വെയിറ്റ് ചെയ്യുക. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിന്റെ വാദം, എന്റെ ലൈഫ് ശൂന്യമാ, പക്ഷെ ഞാൻ ഒരു നാളും ഒന്നിനും ലജ്ജിക്കത്തില്ല. തൊട്ട് സംസാരിക്കുക. നിങ്ങൾക്കറിയാം, ഈ ശബ്ദം കേട്ടപ്പം ഞാൻ തന്നെ പൊട്ടിക്കരഞ്ഞുപോയി. ആത്മാവ് ദൂത് പറയുക, നിന്നെ ആരോ ഇളക്കുന്നു. ആ ഇളക്കുന്നത് ഒരു കാറ്റാ, പക്ഷെ ആ കാറ്റ് നിന്നെ തകർക്കത്തില്ല. പത്രോസേ, ആരും എടുക്കാത്തൊരു സ്റ്റെപ്പ് നീ എടുക്ക. കൃപ. ഒരു ചോദ്യം ചോദിക്കട്ടെ. ആർക്കൊക്കെയോ എന്തൊക്കെയോ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ പോവാ. അനുഭവം എന്താണെന്നറിയോ? ആരും സപ്പോർട്ട് ചെയ്യാത്തൊരു സ്റ്റെപ്പ് നീ ദൈവത്തിലുള്ള വിശ്വാസത്താൽ എടുക്കാൻ പോവാ. ഓ ജീസസ്. അബ്രഹാം കേട്ട ശബ്ദത്തിന് മുമ്പിൽ സ്റ്റെപ്പ് എടുത്തപ്പോൾ സാറ പെർമിഷൻ കൊടുത്തില്ല, ബാല്യക്കാര് പെർമിഷൻ കൊടുത്തില്ല. ആരുടെ പെർമിഷൻ വേണ്ട, ഇത് ദൈവത്തിന്റെ വിശ്വാസമാണ്. യേശു കടലിന്റെ മീതെ നടന്നു വരിക. ഇവിടെ എനിക്ക് ആത്മീയതയുണ്ട്. ആർക്കു വേണ്ടിയാണ് യേശു വരുന്നത്? 3 യാമം ഒലഞ്ഞു മറിഞ്ഞ ഒരു കൂട്ടത്തിന് വേണ്ടി അല്ല, ഒരാളെ മാത്രം എയിം ചെയ്ത ഒരാളെ എന്ന് പറഞ്ഞാൽ, ഞാൻ മരിക്കും, ഉയർത്തെഴുന്നേറ്റും, സ്വർഗത്തിൽ പോവും, നിന്റെ മേൽ വീഴാനിരിക്കുന്ന ഒരു അഭിഷേകത്തിന് മുമ്പ് ഞാൻ ആരാന്ന് നിന്നെ കാണിക്കാൻ പോവാ. ഒരാമയും പറയണം. യേശുവിനെ അറിയും തോറും ആരാധന ഉയരും. യേശുവിനെ അറിയും തോറും സ്തോത്രം വർദ്ധിക്കും. യേശുവിനെ അറിയും തോറും അത്ഭുതങ്ങളുടെ എണ്ണം കൂടും. ശ്രദ്ധിക്കണം. യേശു കടലിന്റെ മീതെ നടന്നു വരുമ്പോൾ യേശു വരുന്നതിന്റെ ബാക്ക് സൈഡ് മുഴുവൻ ശാന്തമാണ്. യേശുവിനെ കണ്ടപ്പോൾ 11 ആശ്വാസം ഉണ്ടായി. യേശുവിനെ കണ്ടപ്പം പത്രോസിന് ആശ്വാസം ഉണ്ടാകുവല്ല, വിശ്വാസം ഉണ്ടായി. ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി പേർക്ക് യേശു ആശ്വാസമാണ്. വിശ്വസിക്കുന്ന നിനക്ക് യേശു വിശ്വാസമാണ്. ഒരാമയും പറയണം. ആശ്വാസമുള്ളവൻ ആമി സംതൃപ്തനായിരിക്കുമ്പോ വിശ്വാസമുള്ളവൻ ചോദിക്കാം, ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കട്ടെ. ആരും ചെയ്യാത്ത ചിലത് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ. ഇനി നിന്റെ നിയന്ത്രണം നിന്റെ കയ്യിൽ നിന്ന് പോകുക. നിന്നെ ആരോ പ്രേരിപ്പിക്കുക. ഒരു സ്റ്റെപ്പ് എടുക്ക്, നീ അത്ഭുതം കാണാൻ പോവുക. ഒരു സ്റ്റെപ്പ് എടുക്ക്, നീ ലജ്ജിക്കത്തില്ല.